Hi guys, welcome to EduBoard Practical Session. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെർനിയർ കാലിപ്പേഴ്സ് ആണ്. അതായത് നമ്മുടെ എക്സാമിന് ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് വെർനിയർ കാലിപ്പർ വെച്ചിട്ട് ഒന്നില്ലെങ്കിൽ ഈ ഒരു സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഈ സ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ എന്തിനാണ് നമ്മൾ വെർനിയർ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതായത് ഈ വെർനിയർ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഇതിന് അളക്കാൻ പറ്റുന്ന ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 0.01 സെൻറ്റിമീറ്റർ ആണ്. അതായത് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് 0.1 സെൻറ്റിമീറ്റർ ആണല്ലോ അല്ലേ. പക്ഷേ 0.01 സെൻറ്റിമീറ്റർ വരെ നമുക്ക് ഈ ഒരു വെർനിയർ സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻ്റൽ കേസിലേക്ക് വരുമ്പം നമുക്ക് സ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ 4/3 πr³ ആണ്. അതായത് റേഡിയസ് കണ്ടുപിടിക്കണം. റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വെർനിയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതേപോലെ ഈ ഒരു സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr² × L ആണ്. അപ്പോൾ റേഡിയസും വേണം ലെങ്ത്തും വേണം. അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വെർനിയർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയറിലേക്ക് പോയാലോ. ഇതാണ് നമ്മുടെ വെർനിയർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 2 റീഡിംഗ് ആണ് വെർനിയർ സ്കെയിൽ ഉണ്ടാവുക. മെയിൻ സ്കെയിൽ റീഡിംഗ് MSR എന്ന് പറയും, ഈ വാല്യൂസ്. അതേപോലെ VSR വെർനിയർ സ്കെയിൽ റീഡിംഗ് എന്ന് പറയും. 10 ഡിവിഷൻസ് ആണ് നമുക്ക് VSR ഉണ്ടാവുക കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ബേസിക്കലി നമുക്ക് വെർനിയർ സ്കെയിലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ വെർനിയർ സ്കെയിലിനെ വെച്ച് അളക്കാൻ പറ്റുന്ന ലീസ്റ്റ് കൗണ്ട് ഏറ്റവും ചെറിയ അളവെന്ന് പറഞ്ഞാൽ 0.01 സെൻറ്റിമീറ്റർ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സ്കെയിലിലെ 1 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 0.1 മില്ലിമീറ്റർ ആണല്ലേ. അതായത് 0.1 മില്ലിമീറ്റർ ആണ് വാല്യൂ ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്യാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്രടാ, 1 മില്ലിമീറ്റർ ആണ്. ഓക്കെ അല്ലേ. ദെൻ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ വെർനിയർ എത്രയായിരുന്നു? നമ്മൾ പറഞ്ഞു ഇത് 0, ഇത് 5, ഇത് 10. അതായത് ടോട്ടൽ 10 ആണ് നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ വെർനിയർ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലീസ്റ്റ് കൗണ്ട് 1 MSD / N ആണ് വരിക. ദാറ്റ് ഈസ് 1 / 10 മില്ലിമീറ്റർ. അതായത് 0.1 മില്ലിമീറ്റർ ആണ്. ദാറ്റ് മീൻസ് 0.01 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഈ ഒരു വെർനിയർ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സ്ഫിയറിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം 4/3 πr³ ആണ്. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കണം. റേഡിയസ് കണ്ടുപിടിക്കാൻ നമ്മൾ വെർനിയർ സ്കെയിൽ ഉപയോഗിക്കുകയാണ്. ഓക്കെ അല്ലേ. അപ്പോൾ വെർനിയർ സ്കെയിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ ടാബുലാർ കോളത്തിൽ ഗിവൺ ആണ്. എന്നാൽ ടു ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സ്ഫിയർ, അതായത് ഡയമെൻഷൻ ഡയമീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. ഇത് വെച്ച് നമ്മൾ ഡയമീറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ MSR വാല്യൂ എഴുതും, VSR വാല്യൂ എഴുതും. എന്നിട്ട് ടോട്ടൽ റീഡിങ് അതിൻ്റെ മീൻ വാല്യൂ എടുക്കും. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയമീറ്റർ കിട്ടും, അതിൻ്റെ ഹാഫ് എടുത്താൽ നമുക്ക് കിട്ടും റേഡിയസ് കിട്ടും. അതാണ് നമ്മുടെ മെത്തേഡ് കേട്ടോ. ഓക്കെ അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ സ്ഫിയറിനെ ഇവിടെ എന്ത് ചെയ്യണം, ടൈറ്റ് ആക്കി വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ MSR വാല്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മളെ VSR 10 ഡിവിഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 0 ആണല്ലേ. അപ്പോൾ ആ 0 ഈ MSRലെ ഏതോ ഒരു പോയിന്റുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ഏതോ ഒരു വാല്യൂ ആയിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ MSR വാല്യൂ എന്ന് പറഞ്ഞാൽ, അതായത് മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് 2 ആണല്ലേ. അപ്പോൾ ഇവിടെ 1 ഉണ്ടാവും. 1.5 കഴിഞ്ഞു. 1.7ൻ്റെയും 1.8ൻ്റെയും ഇടയ്ക്കാണ് നമ്മൾ എന്ത് വരുന്നത്, ഈ ഒരു വാല്യൂ വരുന്നത്. അങ്ങനെ വാല്യൂ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ 1.7 ആണ്. ക്ലിയർ ആണോ? ഇനി കറക്റ്റ് വാല്യൂ ആണെങ്കിൽ ആ കറക്റ്റ് വാല്യൂ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ഇപ്പോൾ 1.7ൻ്റെയും 8ൻ്റെയും ഇടയിലായതുകൊണ്ട് നമ്മൾ 1.7 എന്ന വാല്യൂ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ. അപ്പോൾ MSR കിട്ടി. ഇനി VSR വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെ 10 ഡിവിഷൻസിൽ അതിലുള്ള ഏതോ ഒരു വാല്യൂ ആണ് VSR വരെ. എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുക? അതായത് ഈ 10 ഡിവിഷൻസിലുള്ള ഏതോ ഒരു ഡിവിഷൻ ഈ മെയിൻ സ്കെയിൽ ഡിവിഷനായിട്ട് നിന്നുണ്ട് കറക്റ്റ് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കറക്റ്റ് ലൈനിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പം എനിക്ക് ആ വാല്യൂ കിട്ടുന്നത് 1ലില്ല, 2ലില്ല. അതായത് ഇതാ ഈ ഒരു ഫസ്റ്റ് വാല്യൂ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കറക്റ്റ് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ഒരു വാല്യൂ ഫസ്റ്റ് വാല്യൂ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു 1.9 എന്ത് ചെയ്യുന്നുണ്ട്, കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടുത്തെ VSR വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ക്ലിയർ ആണല്ലോ. അത് ഞാൻ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്യാൻ പോവാണേ. MSR നമുക്ക് 1.7 എന്ന് കിട്ടി. VSR നമുക്ക് എത്ര കിട്ടി, 1 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ റീഡിംഗ് എന്താടാ, MSR 1.7 പ്ലസ് VSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് അല്ലേ. VSR എന്ന് പറയുന്നത് 1 ആണ്. 1 × 0.01 എന്ന് വരും.
ക്ലിയർ അല്ലേ? അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 × 0.01 എന്ന് പറഞ്ഞാൽ 0.01 തന്നെയാണ് നമ്മുടെ ആൻസർ വരിക. അപ്പോൾ 1.7 + 0.01 എന്ന് പറഞ്ഞാൽ നമ്മളെ ആൻസർ വരുന്നത് 1.71 സെൻറ്റിമീറ്റർ ആയിരിക്കും അവിടുത്തെ ടോട്ടൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ കേസിൽ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? ഈ ഒരു എക്സ്പെരിമെന്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. എങ്ങനെ? ജസ്റ്റ് ഈ ഒരു സ്ഫിയറിന്റെ പൊസിഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാണ്. ആദ്യം മുകളിലേക്ക് വെച്ചു, ഇനി കുറച്ചൊന്ന് എന്ത് ചെയ്യാണ് സാർ താഴേക്ക് വെക്കുകയാണ്, പൊസിഷൻ ചേഞ്ച് ചെയ്തു. എന്നിട്ട് വീണ്ടും നമ്മൾ വാല്യൂസ് നോക്കുകയാണ്. അപ്പോൾ വീണ്ടും വാല്യൂസ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് MSR വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു VSRലെ 0 കോയിൻസൈഡ് എന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 1.7ൻ്റെയും 8ൻ്റെയും ഇൻ ബിറ്റ്വീൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന വാല്യൂ 1.7 തന്നെയാണ്. ഇനി നെക്സ്റ്റ് VSR വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1ൽ കോയിൻസൈഡ് 2ൽ ഓക്കെ, അതായത് ഇതിലും കോയിൻസൈഡ് ചെയ്യുന്ന ഐ തിങ്ക് 1ൽ കോയിൻസൈഡ് കറക്റ്റ് 1ൽ എന്ത് ചെയ്യുന്നുണ്ട്? കോയിൻസൈഡ് ചെയ്യുന്നില്ല. നമുക്ക് കറക്റ്റ് കോയിൻസൈഡ് ചെയ്യുന്നത് ഓക്കെ ഇവിടെ അതായത് 2.4ൻ്റെ അടുത്ത്, അതായത് വെർനിയർ സ്കെയിൽ ഡിവിഷനിലെ 7th 1 ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കറക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ വെർനിയർ സ്കെയിൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 7 ആണ് വരുന്നത്. ഓക്കെ, അത് നമ്മൾ നോട്ട് ചെയ്യാൻ പോവാണ്. 1.7 MSR, വെർനിയർ സ്കെയിൽ 7 ആണ്. അങ്ങനെയാണെങ്കിൽ 1.7 പ്ലസ് ടോട്ടൽ റീഡിംഗ് that is 7 × 0.01 centimeter that is equal to 7 × 0.01 എന്ന് പറഞ്ഞാൽ 0.07 ആണ്. 0.07 പ്ലസ് 1.7 നിങ്ങൾ കൺഫ്യൂഷൻ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. അപ്പോൾ എത്ര വരും? 1.77 ആയിരിക്കും നമ്മുടെ എന്ത് വരിക? വാല്യൂ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് 1 more ടൈം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. ഒരു 3 തവണ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ചില സ്കൂളുകൾ 4 തവണ ചെയ്യാമെന്നൊക്കെ പറയാറുണ്ട്. ഒരു മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 3 ടൈംസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്യുക. ഞാൻ ജസ്റ്റ് പൊസിഷൻ മാറ്റി എന്നിട്ട് വീണ്ടും നമ്മുടെ MSR വാല്യൂ നോക്കുകയാണ്. വീണ്ടും MSR വാല്യൂ എനിക്ക് കിട്ടുന്നത് 1.7ൻ്റെയും 1.8ൻ്റെയും ഇടയിലാണ്, അതായത് 1.7 തന്നെ എടുക്കാം. അതിനടുത്തത് VSR വാല്യൂ എഗെയിൻ എനിക്ക് കിട്ടുന്നത് എവിടെയാണ്? 5ലില്ല, 1ൽ തന്നെയാണ് എഗെയിൻ എനിക്ക് കിട്ടുന്നത് അല്ലേ? 1ൽ തന്നെയാണ് എനിക്ക് എഗെയിൻ കിട്ടുന്നത്. അത് ഞാൻ വീണ്ടും നോട്ട് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് 1.7 ദെൻ എഗെയിൻ 1. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാല്യൂ എത്ര ആയിരിക്കും? 1.7 പ്ലസ് 1 × 0.01 ദാറ്റ് ഈസ് ഈക്വൽ 0.01 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.71. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ മീൻ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മീൻ ഡയമീറ്റർ കിട്ടും, അതിൻ്റെ ഹാഫ് എടുത്താൽ നമുക്ക് മീൻ റേഡിയസും നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് 1.71 പ്ലസ് 1.77 പ്ലസ് 1.71 ദാറ്റ് ഈസ് ഈക്വൽ ടു 5.19. അത് 3 ഈക്വൽ 5.19 കിട്ടി. ഡിവൈഡഡ് ബൈ 3 ചെയ്യാം. മീൻ വാല്യൂ ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.73 സെൻറ്റിമീറ്റർ ആണ് ഇതിന് എന്ത് കിട്ടുന്നത്? മീൻ ഡയമീറ്റർ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? റേഡിയസ് ഓഫ് ദ സ്ഫിയർ എന്ന് പറഞ്ഞാൽ R = d/2 ആണ്. ദാറ്റ് ഈസ് 1.73 ആണ് നമുക്ക് കിട്ടിയിരുന്നത് അല്ലേ? ദാറ്റ് ഈസ് 1.73 ഡിവൈഡഡ് ബൈ 2. അത് എത്രയാണ് വരിക? 1.73 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 0.865 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ എന്ത് റേഡിയസ് എന്ന് പറഞ്ഞാൽ. ഇനി അതിന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 0.865 × 10⁻²² മീറ്റർ ആയിരിക്കും നമ്മുടെ റേഡിയസ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേ? ഇനി അതിന് സിമ്പിൾ ആയിട്ട് അതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. 4/3 πr³ ആണ് വോളിയം ഓഫ് ദ സ്ഫിയർ എന്ന് പറഞ്ഞാൽ. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ? ദാറ്റ് ഈസ് 4/3 ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ 3.14 ആണ് ഇൻറ്റു r³ ആണ് അല്ലേ? ദാറ്റ് ഈസ് 0.865 × 10⁻² ഹോൾ ക്യൂബ് ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അത് കാൽക്കുലേറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാണ്? ചെയ്ത് നോക്കാൻ പോവാണ്. ഞാൻ r³ ചെയ്യാണ്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം 10⁻² എന്ന് പറഞ്ഞാൽ 10⁻6 ആണ്. അത് ഞാനിവിടെ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻറ്റു 10⁻6 എന്ന് അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് 0.865ൻ്റെ ക്യൂബ് എടുത്തു. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് 0.6472 സംതിങ് കിട്ടി. ഇൻറ്റു 3.14 അതായത് നമ്മുടെ പൈൻ്റെ വാല്യൂ ഇൻറ്റു 4/3 ഇൻറ്റു 4 ചെയ്തു. ഡിവൈഡഡ് ബൈ 3 ചെയ്യാണ്. ദാറ്റ് ഈസ് ഈക്വൽ 2.709 ആണ് വരുന്നത് അല്ലേ? അങ്ങനെ സിമ്പിളായിട്ട് പറയാൻ 2.709 ഇൻറ്റു 10⁻6 മീറ്റർ ക്യൂബാണ് ആ സ്ഫിയറിൻ്റെ വോളിയം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ നമുക്ക് സ്ഫിയറിൻ്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദ സ്ഫിയർ ഈസ് ഈക്വൽ ടു volume of the sphere is equal to 2.709 into 10⁻6 meter cube. 709 into 10⁻6
മീറ്റർ ക്യൂബ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെന്റ് കഴിഞ്ഞു. ഇനി വെർനിയർ കാലിപ്പർ വെച്ചിട്ടുള്ള സെക്കൻഡ് എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഏത് വരുന്നത്, സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, അതിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് കടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സിലിണ്ടറിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വെച്ചപ്പോൾ തന്നെ, സ്ഫിയർ വെച്ചപ്പോൾ തന്നെ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇതിന് എന്ത് കിട്ടുന്നുണ്ട്, ഡയമീറ്റർ കിട്ടും. അതിന്റെ ഹാഫ് എടുത്താൽ നമുക്ക് റേഡിയസ് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ VSR MSR വാല്യൂ എടുക്കാൻ പോവാണ്. ഈ കേസിൽ നമുക്ക് MSR വാല്യൂ വരുന്നത് നേരത്തെ 1.7ന്റെയും 1.8ന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ്, അതായത് 0 ആയിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ MSR വാല്യൂ എന്ന് പറഞ്ഞാൽ 1.7 തന്നെയാണ്. ദെൻ VSR വാല്യൂ എന്ന് പറഞ്ഞാൽ കോയിൻസൈഡ് ചെയ്യുന്ന വാല്യൂ സാറിന് കാണാൻ പറ്റുന്നത് 5ലാണ്, അതായത് VSRന്റെ ഡിവിഷൻ 5ലാണ് നമ്മൾ ഇതുമായിട്ട് എന്ത് ചെയ്യുന്നത്, MSR ഡിവിഷനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ VSR വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അത് നമ്മൾ നോട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡയമീറ്റർ മെഷർ ചെയ്യാൻ പോവാണ്. അപ്പോൾ സാറ് ഇതിന്റെ കേസിൽ ഡയമീറ്റർ ഒറ്റ വാല്യൂ എടുക്കുന്നുള്ളൂ, കാരണം നിങ്ങൾക്ക് അറിയാലോ എങ്ങനെ റേഡിയസ് കണ്ടുപിടിക്കുക എന്നുള്ളത്. സ്ഫിയറിന്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഒറ്റ ട്രയൽ മാത്രമേ ഇവിടെ നടത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ MSR നമുക്ക് 1.7 എന്ന് കിട്ടിയിരുന്നു. അതേപോലെ VSR നമുക്ക് കിട്ടിയിരുന്നത് 5 ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് നോക്കുമ്പോൾ MSR 1.7 പ്ലസ് 5 ഇൻറ്റു 0.01 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 0.01 ആണ് 0.05. 1.7 പ്ലസ് 0.05 എന്ന് പറയുമ്പോൾ 1.75 ആയിരിക്കും നമ്മുടെ അവിടെ ടോട്ടൽ റീഡിംഗ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അതിൻ്റെ മീൻ വാല്യൂ ഞാൻ 1.75 സെൻറ്റിമീറ്റർ എന്ന് തന്നെ സെലക്ട് ചെയ്യാണ്. ഇനി അടുത്തതായിട്ട് എനിക്ക് അതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണം. നമ്മൾ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിലാണ് നിങ്ങൾ വെർനിയറിൽ നമ്മളെ സിലിണ്ടർ വെക്കേണ്ടത്. എന്നിട്ട് MSRന്റെയും VSRന്റെയും വാല്യൂ എടുക്കുക. വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാം മെത്തേഡ് എന്താടാ സെയിം ആണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ MSRന്റെ വാല്യൂ എടുക്കുമ്പോൾ ഞാൻ കാണുന്നത് 2.5ന്റെയും 2.6ന്റെയും ഇടയിലാണ് നമ്മുടെ 0 കോയിൻസിഡൻസ് വരുന്നത്. അപ്പോൾ നമ്മുടെ വാല്യൂ 2.5 ആയിരിക്കും MSR വാല്യൂ. ഇനി VSRന്റെ വാല്യൂ നോക്കുമ്പോൾ VSRന്റെ വാല്യൂ 3ലാണ് നമുക്ക് കറക്റ്റ് ഡിവിഷൻ കോയിൻസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ VSRന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 ആണല്ലേ. അപ്പോൾ 2.5 ആണ് MSR, VSR എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 2.5 പ്ലസ് 3 ഇൻറ്റു 0.01 ആണ് ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ വരിക 2.53 ആണ്. ഓക്കെ, മീൻ വാല്യൂ 2.53 സെൻറ്റിമീറ്റർ എടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് റേഡിയസ് കണ്ടുപിടിക്കാൻ പോവാണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിൻ്റെ ഹാഫ് ആണ് എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഡയമീറ്റർ 1.75 ആണ്. 1.75 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.875 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ എന്താ റേഡിയസ് എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം നമ്മുടെ ഓൾറെഡി നമ്മുടെ ലെങ്ത് നമ്മൾ എടുത്തുള്ളത് 2.53 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫൈനലാവുമ്പം അതിൻ്റെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം കേട്ടോ. ദെൻ വോളിയം ഓഫ് ദ സിലിണ്ടർ V = πr²L ആണ്. പൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3.14 ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ 0.875 സെൻറ്റിമീറ്റർ ആയിരുന്നു. സാർ അതിന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണേ. 10⁻² കൊടുത്തു. 875 × 10⁻² മീറ്റർ ആയിട്ട് മാറി. ഹോൾ സ്ക്വയർ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ 2.53 സെൻറ്റിമീറ്റർ ആണ്. എഗെയിൻ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്ററിൽ നമ്മൾ ബാക്കി കാൽക്കുലേഷൻ ചെയ്ത് നോക്കാൻ പോവാണ്. അതായത് 0.875ന്റെ സ്ക്വയർ ചെയ്യാൻ പോവാണ്. 0.875 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.7656 ആണ് വരുന്നത്. 10⁻²ന്റെ സ്ക്വയർ ഓൾറെഡി നമുക്കറിയാം 10⁻4 വരും. ഇവിടെ ഒരു 10⁻2 ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 10⁻6 ഇതാ ഞാൻ ഇവിടെ തന്നെ മാർക്ക് ചെയ്യാണ്. ബാക്കി നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ പോവാണ്. 0.875ന്റെ സ്ക്വയർ 0.7656 കിട്ടി ഇൻറ്റു 3.14 ഇൻറ്റു 2.53. That is our answer is 6.0822 ഇൻറ്റു 10⁻6 മീറ്റർ ക്യൂബ് ആണ് നമ്മുടെ വോളിയം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദ സിലിണ്ടർ ഈസ് ഈക്വൽ ടു 6.0822 ഇൻറ്റു 10⁻6 മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വെർനിയർ കാലിപ്പേഴ്സ് എക്സ്പെരിമെൻറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, ലീസ്റ്റ് കൗണ്ട് 0.01 സെൻറ്റിമീറ്റർ ആണ് എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എല്ലാ വാല്യൂസും നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വോളിയം ഓഫ് ദ സ്ഫിയർ എന്ന് പറഞ്ഞാൽ 4/3 πr³ അതേപോലെ വോളിയം ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ πr²L ആണ്. ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓർത്ത് വെക്കുക. വെർനിയർ കാലിപ്പേഴ്സ് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ചോദിക്കും, ഫുൾ മാർക്ക് വാങ്ങാം. ഓക്കേടാ, ബൈ.